സ്റ്റാർ മാജിക്കിന് ശേഷമായി ബിഗ് ബോസ് റിയാലിറ്റി ഷോ അനുവിന് വലിയൊരു ബ്രേക്കായി മാറുകയായിരുന്നു. 100 ദിവസം എന്ന ആഗ്രഹത്തോടെ പോയ അനു വിജയിയായാണ് തിരിച്ചു വന്നത്. യൂട്യൂബ് ചാനലുമായി ജീവിത വിശേഷങ്ങളെല്ലാം താരം പങ്കുവയ്ക്കുന്നുണ്ട്. കഠിനാധ്വാനത്തിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. വേണ്ടത്ര കണ്ടന്റ് കൊടുത്ത് തന്നെയാണ് അവിടെ നിന്നതെന്നും അനു പറഞ്ഞിരുന്നു. PR വർക്ക് എന്ന ആക്ഷേപമുണ്ടെങ്കിലും ഒരാൾക്കും ഷോയിൽ വിജയിക്കാനാവില്ല. പിന്നെ ഗ്രൂപ്പിലൂടെയായി കുറച്ച് പബ്ലിസിറ്റി കിട്ടുന്നു എന്ന് മാത്രം. എനിക്ക് PR ഉണ്ട്, ഞാനത് പറഞ്ഞത് തെറ്റായി പോയതാണ്, അത് പുറത്ത് പറയാനേ പാടില്ലായിരുന്നു എന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയതും. ഷോയിലെ കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞാണ് വന്നത്. മോശം കാര്യങ്ങളൊന്നും തന്നെ ഓർക്കുന്നില്ല. വിവാദങ്ങളെയും ഉണ്ടാക്കാനും താല്പര്യമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ചോദ്യങ്ങളും വന്നപ്പോൾ മൗനം പാലിക്കുകയായിരുന്നു അവനും. ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ താൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കില്ല എന്നും പറഞ്ഞു. ഇപ്പോഴിതാ ഷോയ്ക്ക് ശേഷമായി അഭിഷേകിനെ കണ്ട വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയായിരുന്നു അനു. അതെ, ഷോയ്ക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. താൻ കാരണം എന്റെ വീട്ടുകാരുടെ അടക്കം നിരവധി പേരാണ് എയറിൽ പോയത് എന്ന് അനു പറഞ്ഞിരുന്നു. ഞാൻ എയറിലായി പോയതാണ് എന്ന് തോന്നുന്നില്ല. ഒരു പണിയുമില്ലാതെ ഇരുന്ന് കമന്റ് ചെയ്യുന്ന കുറെ ഫേക്ക് പ്രൊഫൈൽ കണ്ടിട്ടുണ്ട് ഞാൻ. എത്ര കഷ്ടപ്പെട്ടാണ് അവർ എത്തിയത് എന്ന് എനിക്കറിയാം. നെഗറ്റീവ് കമന്റുകൾ എന്തു പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തൊക്കെ അടിച്ചിറക്കിയാലും ഒന്നും നടക്കുന്നില്ല. ഫൈനലായപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്കായിരുന്നു. റീഎൻട്രി കയറി വന്ന എന്നെ വിജയിപ്പിച്ചവരോട് എനിക്ക് നന്ദിയുണ്ട്. ദൈവം പറഞ്ഞു വിട്ടതാണ് അവരെ. അവരോടെല്ലാം എനിക്ക് സ്നേഹവും നന്ദിയും കടപ്പാടുമുണ്ട്. ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. അവരോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. താൻ അവരെ ഒന്നും കാണുന്നില്ലേ? നീ എന്നെ ഉപദേശിച്ചെറിഞ്ഞ് പറഞ്ഞാൽ വീണ്ടും നീ എയറിലാകും. ആളും തരവും നോക്കി സംസാരിക്കണമെന്ന് ഇവൻ എന്നോട് പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനും പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് കളിച്ചതും. ബിഗ് ബോസ് എന്താണെന്ന് കാണിച്ച് എന്നെനിക്കറിയില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ വന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നും പറഞ്ഞിരുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ കാരണമാണ് താൻ കരഞ്ഞത്. അതുമാത്രമേ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളൂ. എപ്പോഴും കരയുന്നത് കണ്ടിട്ടാണ് ആളുകൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയത്. അതിനു വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു കരയുന്നത് എടുത്ത് കാണിച്ചത്. ഗെയിമിൽ 100% കൊടുക്കുന്നു എന്നും അബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ അത് തന്നെയാണ് ചെയ്തത്. എല്ലാവരും അവിടെ ഓരോ അപകടങ്ങളായിരുന്നു. ഇത് മാത്രമല്ല, ഞാൻ അവിടെ 100 ദിവസം വരെ നിൽക്കുകയും ചെയ്തില്ലേ. എന്നോട് ഒരിക്കലും ഡോക്ടറെ കാണാൻ വന്നിട്ടില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ ഡോക്ടറെ കാണേണ്ട അവസ്ഥയെ ഞാൻ പ്രതീക്ഷിച്ചത്. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ല. എന്തോ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അനുമോളെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.